ഞാൻ എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും പറയുന്നത് ആദ്യത്തെ ഒരു 1 crore എത്തുക അവരുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർ വെക്കേണ്ടത്. അത് കുറേയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഷുറി ഐറ്റംസ് കട്ട് ചെയ്തുകൊണ്ട് സേവ് ചെയ്യേണ്ടി വരും. പക്ഷേ ആദ്യത്തെ 1 crore എത്തുന്നത് വരെയേ ഉള്ളൂ ഈ സ്ട്രഗിൾ. 10,000 രൂപ മാസം മാറ്റി വെക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു 4 SIPയുടെ ഓപ്ഷൻ ഒരു വശത്ത്, 10,000 രൂപയ്ക്കൊരു സ്വർണം 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ജ്വല്ലറി ഒരു വശത്ത്. ഇതിലേതായിരിക്കും എന്നെ സംബന്ധിച്ച് കൂടുതൽ എൻ്റെ ഫ്യൂച്ചറിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്? വീഡിയോ നേരത്തെ അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനി അവസരങ്ങളുണ്ട്. സാറിൻ്റെ വീഡിയോയുടെ സ്ഥിരം സബ്സ്ക്രൈബറായി ഞാൻ മാറിയിരിക്കുന്നു ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. കുറേ പൈസ ഉണ്ടാക്കുക, അതെല്ലാം ബാങ്കിലിട്ട് സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ഫ്യൂച്ചറിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമെന്ന്. പക്ഷെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് അതിന് നമുക്ക് ഒരാൾ പറഞ്ഞു തരണം, അറിവുള്ള ഒരാൾ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സംശയങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് എൻ്റെ കൂടെ എന്നുള്ളത് സജീഷ് കൃഷ്ണൻ സാറാണ്. AAA പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ എല്ലാമാണ് അദ്ദേഹം. സർ, വെൽക്കം. താങ്ക് യു സർ. ഞാൻ താങ്കളെക്കുറിച്ച് വായിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു സെബിയിൽ രജിസ്റ്റർ ചെയ്തൊരു റിസർച്ച് അനലിസ്റ്റ് ഉണ്ട്. അതുപോലെ സാർ CAയും കൂടിയാണ്. അപ്പോൾ എന്താണ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്? നമുക്ക് ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണെന്ന് പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതിനൊരു റെഗുലേറ്റർ ഉണ്ട്. അത് ആണ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ കോവിഡിനൊക്കെ ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കുറേയധികം റെക്കമെൻഡേഷൻസ് നൽകുന്ന ചാനലുകളും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ശേഷം വളരെ സ്ട്രിക്റ്റായിട്ട് സെബി ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായിട്ട് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്സിന് മാത്രമേ റെക്കമെൻഡേഷൻസ് നമുക്ക് ഓൺലൈനായാലും അല്ലെങ്കിൽ പെയ്ഡായിട്ടുള്ള സർവീസ് ആണെങ്കിലും നൽകാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇത് ആക്ച്വലി ഞാൻ AAA പ്രോഫിറ്റ് അനലിറ്റിക്സ് 2014 സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നാണ് ഈ സെബിയുടെ ഈ റിസർച്ച് അനലിസ്റ്റ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ റെഗുലേഷൻ വരുന്നത്. അതിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഞാനാണ്. കാരണം ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകുന്നത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു പാഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുപോലെ തന്നെ മറ്റുള്ള ഓഡിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും എൻ്റെ മനസ്സിൽ തന്നെ ഇല്ല. അപ്പോൾ റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ അറിയുന്നവർക്കൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ അക്കൗണ്ടും ഉണ്ട്, അവർക്ക് സ്റ്റോക്കുകൾ വാങ്ങാനും അറിയാം. അപ്പോൾ ഏത് സ്റ്റോക്ക് വാങ്ങണം എന്നുള്ളതാണ് ഏറ്റവും കൺഫ്യൂഷൻ ഉള്ളത്. അതാണ് ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്ന കാര്യം. അപ്പോൾ ഞങ്ങളൊരു ഫീസ് വാങ്ങിക്കൊണ്ട് റെക്കമെൻഡേഷൻസ് നൽകും. അത് എല്ലാവരും അവരുടെ അക്കൗണ്ടുകളിൽ വാങ്ങും. അതായത് അവർ ഫണ്ട് മാനേജ് ചെയ്യുകയാണ്, ഞങ്ങൾ റെക്കമെൻഡേഷൻസ് നൽകും, അവരത് മാനേജ് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ. ഇപ്പം സാർ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ഇപ്പോൾ CA എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ട്സ് നോക്കാൻ വേണ്ടി സാർ പറഞ്ഞല്ലോ ഓഡിറ്റിൻ്റെ ഒരു പേർപ്പസാണ് നമ്മൾ എപ്പോഴും കാണുക. ഇപ്പോൾ ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് സാറിൽ ഞാൻ കാണുകയാണ്, സാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അതും കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് സാർ ഇതിലേക്ക് വരണേ. അപ്പോൾ ഈ CA എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ സാറ് പാഷനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ആ വഴി സഞ്ചരിച്ചതാണോ, അതോ ഇതിലോട്ട് വരാൻ അന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ? കാരണം അന്ന് ഇത്രയൊന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് അവെയർ അല്ല ആൾക്കാർ. അപ്പോൾ സാറിനൊരു സ്റ്റോറി ഉണ്ടോ അങ്ങനെ? അതിൽ എൻ്റെ ഫാദറാണ് ഫാദറിൻ്റെ വിഷനാണ് എന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ആക്ച്വലി ഞാൻ കൊമേഴ്സ് സബ്ജക്റ്റിലാണ് ഞാൻ ഇന്നത്തെ +2 പ്രീ ഡിഗ്രി എന്നാണ് അന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഷെയർ ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് അവർ ഷെയർസിനെ ഇഷ്യൂ ചെയ്യുന്നത് ഓരോ ബ്രാഞ്ചുകൾ വഴിയും അവിടുത്തെ കസ്റ്റമേഴ്സിനെ നിർബന്ധിച്ച് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഷെയർ വാങ്ങാനൊന്നും അന്ന് ആരുമില്ല. അപ്പോൾ ആ സമയത്ത് അവർ ഫേസ് വാല്യൂവിൽ 10 rupeesൻ്റെ ഷെയർ 10 rupeesന് തന്നെ തരുമ്പോൾ ഒരു 100 ഷെയർ നിർബന്ധമായിട്ടും എടുക്കണമെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ എൻ്റെ പേരിലെടുക്കാം, കാരണം ആൾ കൊമേഴ്സാണല്ലോ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഷെയർസ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ
എനിക്ക് വലിയ അഭിമാനം തോന്നി. ഈ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ആലുവയിലാണല്ലോ ബാങ്ക്. അപ്പോൾ അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പോവും. അവിടെ പോയി അവരൊരു ഗിഫ്റ്റൊക്കെ തരും, പലപ്പോഴും ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ ആ മീറ്റിങ്ങുകൾ മുഴുവൻ ഞാൻ അറ്റൻഡ് ചെയ്യും. കാരണം അതിലെനിക്ക് വലിയൊരു കാര്യം ഞാൻ പഠിച്ചു. ഇതിന് കുറേയധികം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഇതിൻ്റെ ഓണേഴ്സാണ്. ഈവൻ എനിക്ക് പോലും എനിക്ക് ഒന്ന് ചോദ്യം ചോദിക്കാം, 100 ഷെയറേ ഉള്ളൂ എൻ്റെ കയ്യിൽ. പക്ഷേ നമുക്കത് ചോദിക്കാൻ പറ്റും, കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേയധികം ഷെയർസ് ഉണ്ടെങ്കിലൊക്കെ ഉള്ള നമ്മുടെ, അതായത് നമ്മളൊരു ഓണറാണ് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ പിന്നീട് ഞാൻ ഈ 100 രൂപയ്ക്ക് 100 ഷെയർ 10 രൂപയ്ക്ക് വാങ്ങി 1000 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ പിന്നീട് ഞാൻ കുറേ കാലത്തിന് ശേഷം വിൽക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്കാണ്. അതായത് മോർ ദാൻ 14,000%. അപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചിട്ട് ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊരു ഞാൻ പറയുന്നൊരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതാണ് എന്നെ ആദ്യമായിട്ടൊരു ട്രിഗർ പോയിൻ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇത് ഞാൻ വാങ്ങുന്നത് 1988 എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. പിന്നീടാണ് 91 അന്ന് NSE എന്ന് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലും ഇല്ല, BSE മാത്രമേ ഉള്ളൂ. പിന്നീടാണ് നമ്മൾ ഇന്ത്യയിൽ ഈ ഹർഷത് മേത്തയുടെ സ്കാം നടക്കുന്നതും. അന്ന് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് നോർമൽ ആൾക്കാരുടെ ഒന്നും ലൈഫിൽ ഇല്ലാത്തൊരു സമയമാണ് അന്ന്. നമുക്കറിയാം ഈ ഷെയർ സർട്ടിഫിക്കറ്റ്സാണ് അന്ന്. ഇന്നത്തെ പോലെ ഡിമാറ്റ് ഫോമിലൊന്നും അല്ല. ഒരു ഷെയർ വാങ്ങിയാൽ തന്നെ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ പേരിലേക്ക് വരണം, അത് പോസ്റ്റലായിട്ട് അയക്കണം. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നോർമൽ ആൾക്കാരൊന്നും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് NSE വന്നതിന് ശേഷമാണ് ഈ ഡിമാറ്റ് ഫോമിലേക്ക് ഷെയർസ് മാറിയതും വാങ്ങാനും വിൽക്കാനൊക്കെ എളുപ്പമായിട്ട് വരുന്നതൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ മാർക്കറ്റിലേക്ക് വന്നതുകൊണ്ടും പിന്നീട് ഞാൻ പണ്ട് തൃശ്ശൂരൊരു മയൂര സെക്യൂരിറ്റീസ് എന്നുള്ളൊരു സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടുത്തെ എൻ്റെ കുറച്ച് കസിൻസൊക്കെ അവിടെ പോകുന്നവരുടെ കൂടെ ഞാൻ പോകാറുണ്ട്. എൻ്റെ ബ്രദറും അവിടെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ബൈയിങ് സെല്ലിങ്ങിലേക്ക് സമയത്ത് അവർക്ക് പലർക്കും ബോംബെയിൽ നിന്ന് പെയ്ഡായിട്ട് കുറേ പേരുടെ ഫോൺ കോളൊക്കെ വരും. അപ്പോൾ ബോംബെയിൽ നിന്ന് വരുന്ന ഈ ഫോൺ കോൾ ആണ് പലപ്പോഴും ഇന്ന ഷെയർ കയറുമ്പോൾ അത് വാങ്ങിക്കുമെന്നിട്ടുള്ള ഇൻഫർമേഷനൊക്കെ വരുന്നത്. അപ്പോൾ അവരെല്ലാം ഈ സ്പെക്കുലേഷനാണ് അന്ന് വാങ്ങി വിൽക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിവേഴ്സ് തിങ്കിങ് ആയിരുന്നത്, എന്തുകൊണ്ട് എനിക്ക് കേരളത്തിലിരുന്നുകൊണ്ട് ഈ റെക്കമെൻഡേഷൻസ് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഈ പ്രൊഫഷൻ്റെയും എൻ്റെ ഈ ട്രിപ്പിൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് സത്യത്തിലുള്ളൊരു തുടക്കം. ഇപ്പം ശരി പറഞ്ഞ പോലെ അഡ്വൈസ് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങാതെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളൊരു തോട്ട് വന്നല്ലോ. ഈ അഡ്വൈസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം, സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു സ്റ്റോക്ക് വാങ്ങിയ ആൾ പിന്നെ തൊട്ട് സ്റ്റോക്ക് അഡ്വൈസറാണ്. ഞാൻ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം സെബി റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ പോലും അതെങ്ങനെ വളയ്ക്കാമെന്നും അതല്ലാതെ കണ്ടന്റ് ചെയ്യാമെന്നും ആളുകൾക്ക് അറിയാവുന്നൊരു കാലമാണ്. ഇപ്പം റെഗുലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നിർബന്ധമാണ്, പ്രത്യേകിച്ച് നമ്മുടെ പൈസ പോകുന്ന കേസുകളിൽ. ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിവോട് കൂടി ചെയ്യണമല്ലോ. അപ്പം സാർ ഈ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്നും ഇപ്പം സാറിനെ പോലെ റിസർച്ച് ചെയ്ത് അങ്ങനത്തെ ഒരു റിപ്പോർട്ടിൻ്റെ ബേസിൽ സ്റ്റോക്ക് വാങ്ങേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ശരിക്കും? സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ശരിക്കും ആദ്യമായിട്ട് വരുന്ന ഒരാൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇത് രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് ആദ്യം ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ആണെങ്കിൽ 99% ലോസ് ആയിരിക്കും. ക്യാപിറ്റൽ ഇറക്കുന്നത് 1 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് വൈപ്പോടായിട്ട് പോകും. അതേസമയം നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറേ കഴിയുമ്പോൾ 1.5 ലക്ഷം ആവുകയും 2 ലക്ഷം ആവുകയും ചെയ്ത് അത് ബിൽഡ് ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷേ നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നൊരു സമയത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളൊരു ബ്രോക്കിംഗ് സ്ഥാപനം വഴിയാണല്ലോ നമ്മൾ അത് തുടങ്ങുന്നത്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിക്കാതെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് മാർക്കറ്റിലെ സ്പെക്കുലേഷൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ബ്രോക്കർ അല്ലെങ്കിൽ ബ്രോക്കിംഗ് ഹൗസിലെ സ്റ്റാഫ് ഡയറക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആ സ്പെക്കുലേഷൻ ഒരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഇൻവെസ്റ്റിംഗ് വളരെ ബോറിംഗ് ആണ്. അത് നമ്മുടെ സ്പെക്കുലേഷൻ എല്ലാവരുടെയും ബ്ലഡിലുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളെ ചാടിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ മോശമായിരിക്കും. അത് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്. ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ, ഈ എസ്പെഷ്യലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് റീറ്റെയിൽ ക്ലയൻസിനുള്ള കാര്യമേ അല്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് ഇവിടെ ലോസാണെന്ന് പറഞ്ഞ് പോവുകയാണ് മിക്കവരും ചെയ്യുന്നൊരു വലിയ അബദ്ധം. ഒരു പക്ഷേ പിന്നീട് അവർ കുറേ കാലം കഴിഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരുന്നുണ്ടാവും. എൻ്റെ യൂട്യൂബിൽ എന്നുള്ള ചാനലിൽ കൂടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഫർട്ട്, അത് മലയാളത്തിൽ ചെയ്യുന്നതിൻ്റെ എഫർട്ട്, ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ കുറേയും കൂടെ ഇംഗ്ലീഷ് ചാനലുകളും അല്ലെങ്കിൽ ഹിന്ദിയിലൂടെയൊക്കെ കുറേ പേർക്ക് നോളേജ് ഉണ്ട്. നമ്മുടെ മലയാളികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ തൃശ്ശൂർ എന്നുള്ള ഒരു ടൗണിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50,000 കോടി രൂപയെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്. ആരോടും പറയുന്നില്ല നഷ്ടത്തിനെ കുറിച്ച്. വലിയ എമൗണ്ട് അതുപോലെയുള്ള ലോസുകൾ വരുന്നുണ്ട്. പക്ഷേ ആരും പറയാത്തതുകൊണ്ട് അറിയാത്തതാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എത്രയോ ഹ്യൂജ് എമൗണ്ട് ആകേണ്ടതാണ്. അപ്പോൾ മലയാളികളെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നത്. അതിലെനിക്ക് കുറേ പേരെങ്കിലും എനിക്ക് ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് കുറേയും കൂടി നന്നാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ഞാനും ചിന്തിച്ചിട്ടില്ല. ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ചാണ് കൂടുതലും കേട്ടേക്കുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളുടെയും പൈസ പോയത്, വീട്ടിലുള്ള ചിലരുടെയൊക്കെ പൈസ പോയത് ഞാനതിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സത്യത്തിൽ ഞാൻ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു കാര്യം തീരുമാനിക്കുക, ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുക. കാരണം അതിൽ നഷ്ടമാണ് വരുന്നത്. നഷ്ടം വരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലുള്ളൊരു പ്രോബ്ലം ഇതൊരു അഡിക്ഷനാണ്. എനിക്കറിയാം പലരും ഒരു 20-ാമത്തെ വയസ്സിൽ ഇതൊരു ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതിന് ശേഷം 50-ാമത്തെ വയസ്സിലും ഇതൊരു അഡിക്ഷനായിട്ട് ട്രേഡ് ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ അവർ ക്രിയേറ്റ് ചെയ്യേണ്ട വെൽത്ത് മാത്രമല്ല നശിപ്പിക്കുന്നത്, ഫാമിലിയെ കൂടെ നശിപ്പിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു അഡിക്ഷനാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ പുകവലി തുടങ്ങാതിരിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഇത് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം സെബി തന്നെ നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ എന്നും എഴുതി കാണിക്കും 95% ട്രേഡേഴ്സും പണം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. യെസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് 95% ട്രേഡിംഗ് ഇല്ല സാർ, ഇൻവെസ്റ്റ്മെന്റ് മതി. അല്ല, അതൊരു സത്യമാണ്. അല്ല, അത് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ഇതിൻ്റെ അഡിക്ഷൻ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ലക്ഷം ഇട്ടു, അത് നഷ്ടപ്പെട്ടാൽ വീണ്ടും 1 ലക്ഷം കൂടെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായാലും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുതന്നെ ചെയ്യാൻ ശ്രമിക്കും. ഈ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കണില്ല നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് തെറ്റ് എന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള പ്രോസസ്സാണ്, അല്ലാതെ ട്രേഡിംഗ് എന്നുള്ള പ്രോസസ്സാണ് നമ്മുടെ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പലർക്കും. അവരൊരു പക്ഷേ അടുത്ത പ്രാവശ്യം ശരിയാക്കും, ഇതിൽ ഞാൻ കുറച്ച് മിസ്റ്റേക്കുകൾ വരുത്തിയതുകൊണ്ട് മാത്രമാണ് നഷ്ടം വന്നതെന്ന് വിചാരിച്ചിട്ട് ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് വീണ്ടും ചെയ്യും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഓപ്പോസിറ്റ് ഈ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ചെയ്യുന്നത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ പല പ്രോഗ്രാംസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ അല്ല അപ്പുറത്തെ സൈഡിൽ ട്രേഡ് ചെയ്യുന്നത്. അവർക്കറിയാം എങ്ങനെയാണ് ഇത് തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഈ റീറ്റെയിൽ ക്ലയൻസിൻ്റെ പൈസ വാങ്ങിക്കൊണ്ട് പോകേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോസസ്സ് മാത്രമല്ല, നാളെയും മറ്റന്നാളും ഒക്കെ നടക്കാൻ പോകുന്നത് നമ്മുടെ അക്കൗണ്ട് കാലിയാകുക എന്നുള്ളത് തന്നെയാണ്. ഇതെൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു നഗ്നമായ സത്യം ഞാൻ വിളിച്ചു പറയുന്ന കാര്യമാണ്. പലർക്കും ഇത് ഇഷ്ടമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊരു സത്യമാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ മാർക്കറ്റിന് ഏറ്റവും പേരുദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം, ഇൻവെസ്റ്റർ ആകാൻ സമ്മതിക്കാറില്ല പലരും. ഒരാൾ വരുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇനീഷ്യലി നമ്മളൊരു ചെറിയ രീതിയിലെങ്കിലും SIPകൾ തുടങ്ങുക, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ
നമ്മൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു പാഠം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ കുറേ ഫ്ലക്ച്വേഷൻ സമയത്തൊന്നും നമ്മൾ ഇത് പാനിക്കായിട്ട് വിഡ്രോ ചെയ്യാൻ നിൽക്കില്ല. SIP-ലാകും. സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ ചിലപ്പോൾ 80 രൂപയാവും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കുറയുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇത് പിന്നീട് അടുത്തൊരു മാർക്കറ്റ് റിക്കവറിയിൽ ഇത് 100, 150, 200 ഒക്കെ ആയിട്ട് മുകളിലേക്ക് വരും. പക്ഷേ ഈ താഴ്ന്ന സമയത്ത് ആ പ്രഷർ നമുക്ക് ഇനീഷ്യൽ ടൈമിൽ നമുക്ക് താങ്ങാൻ സാധിക്കില്ല പലപ്പോഴും. അതേസമയം SIP ആണെങ്കിൽ ഇത് ഫണ്ട് മാനേജേഴ്സാണ്, വലിയ പ്രൊഫഷണൽ ആൾക്കാരാണ് മാനേജ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിലെടുക്കുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പലരുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തതിന് ശേഷം കുറേയധികം എമൗണ്ടുകൾ ഉപയോഗിച്ചൊരു 100 അല്ലെങ്കിൽ മിനിമം ഒരു 50 കമ്പനിയിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതും വളരെ നല്ല റിസർച്ച്ഡ് ആയിട്ടുള്ള കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് നല്ല ധൈര്യം ഉണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ധൈര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നല്ലൊരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അതിലൊരു 10 സ്റ്റോക്ക് താണാലും മറ്റൊരു 40 സ്റ്റോക്ക് മുകളിലേക്ക് വരുന്നതുകൊണ്ട് അവർ ആനുവൽ നോക്കുമ്പോൾ മിക്ക വർഷത്തിലും ഒരു നല്ല പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം മ്യൂച്വൽ ഫണ്ടിലൂടെ ചെറിയ SIP ആയിട്ട് തുടങ്ങുക. പക്ഷേ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം ഈ വൊളാറ്റിലിറ്റി മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ്. ആ വൊളാറ്റിലിറ്റി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പ്രോഫിറ്റിലാവുന്നുള്ളൊരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള പാകമായി നമ്മളെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. SIP തുടങ്ങി ഞാൻ സന്തോഷത്തിലായി എന്ന് വിചാരിക്കുക, എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത് തുടങ്ങാം. ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങാനും അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അലമാരിയിൽ കീപ്പ് ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ ഒരു V-Guardൻ്റെ ഷെയർ ഒരു 50 വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിലേക്കാണ് ഈ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുന്ന ഷെയർ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ നമ്മൾ വാങ്ങുന്നു. അത് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്ന് അവിടെ ക്രെഡിറ്റ് ആവും. അവിടെയാണ് നമ്മളിത് കീപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ വിൽക്കുന്ന സമയത്ത് പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ 25 ഷെയർ വിൽക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഒരിക്കലും നമ്മൾ ഫിസിക്കലി തൊടുന്നില്ല. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ടും ഒരു ബ്രോക്കറുടെ അടുത്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മളിനി ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ സ്റ്റോക്ക് മേടിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എൻ്റെ SIP തുടങ്ങുക എന്ന് വിചാരിക്കാം. എൻ്റെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനം ഞാൻ SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യണം ടു സ്റ്റാർട്ട് വിത്ത്? അത് ഞാൻ താങ്കൾക്ക് ഇപ്പോൾ ഒരു ഹൗസിംഗ് ലോണോ അങ്ങനെയുള്ള ലോണുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30% അത്രയ്ക്ക് മാറ്റി വെക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ് വാറൻ ബഫേ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബേസിക് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം 30% ചെയ്യുക. നമുക്ക് ഇപ്പോൾ SIP-ക്ക് നമ്മളൊരു 5 സ്കീമാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ നമുക്കൊരു 10,000 കൂടെ അഡീഷണൽ നമുക്ക് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഈ സ്കീമിൽ ഏതിലേക്കും അഡീഷണലായിട്ട് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ചെയ്യാം. അപ്പോൾ മിനിമം ഒരു എമൗണ്ട് 30% കീപ്പ് ചെയ്യുക. 50% ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് 12 lakhs വരെ ഇപ്പോൾ ടാക്സ് പേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ 30 എന്നുള്ളത് ഒരു 40%-ലേക്കൊക്കെ കൂട്ടാനായിട്ട് ഗവൺമെൻറ് ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളതാണത്. അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും പറയുന്നത്, ആദ്യത്തെ ഒരു 1 crore-ലേക്ക് എത്തുക അവരുടെ പോർട്ട്ഫോളിയോ, സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർ വെക്കേണ്ടത്. അങ്ങനെ വെക്കുന്ന സമയത്ത് ആദ്യം കുറേയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുറേയധികം ലക്ഷറി ഐറ്റംസ് കട്ട് ചെയ്തുകൊണ്ട് സേവ് ചെയ്യേണ്ടി വരും. പക്ഷേ ആദ്യത്തെ 1 crore എത്തുന്നത് വരെയേ ഉള്ളൂ ഈ സ്ട്രഗിൾ. അത് എത്തിക്കഴിഞ്ഞാൽ ഈ 1 crore പോർട്ട്ഫോളിയോ ഒരു എൻജിനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് ആ പോർട്ട്ഫോളിയോ തന്നെ വലുതാവാൻ തുടങ്ങുകയും ഒരു പക്ഷേ നിങ്ങളൊരു 10 കൊല്ലം കൊണ്ടാണ് ഈ 1 crore എത്തിയെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഒരു 4 വർഷം കൊണ്ട് ഒരു 1 crore കൂടെ ആഡ് ചെയ്ത് 2 crores ആവും ഈ എമൗണ്ട്.
അതുപോലെ തന്നെ അടുത്ത ഒരു 3 ക്രോർസിലേക്ക് എത്താനായിട്ട് ഒരുപക്ഷെ അടുത്ത നെക്സ്റ്റ് 2 ഇയേഴ്സ് എടുക്കുകയുള്ളൂ. അതാണ് കോമ്പൗണ്ടിങ് എന്നുള്ള ആ ഒരു വലിയൊരു ഇമ്പാക്റ്റ് വരുന്നത്. ആ പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ആ 1 crore വലിയ സ്ട്രഗിൾ ഉണ്ടാവും. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പലർക്കും 1 lakhലധികമൊക്കെ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു ആദ്യം ചെയ്യുന്നൊരു കാര്യം ഒരു 1 lakhലധികമുള്ള ഒരു ഐഫോൺ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വർഷം മാറ്റി വെച്ചുകൊണ്ട് ചെറിയൊരു ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ 1 crore എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും പുതിയ ഐഫോൺ വാങ്ങാനുള്ള പൈസ നമ്മുടെ പോർട്ട്ഫോളിയോ തരും. അങ്ങനെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും വേണ്ടെന്നൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷെ വെക്കണം എന്നാണല്ലോ. ഇപ്പം 10,000 രൂപ മാസം മാറ്റി വെക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതൊരു ഗോൾഡ് പദ്ധതിയിൽ ചേർന്ന് ഒരു ജ്വല്ലറിയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഒരു 2 SIP അല്ലെങ്കിൽ ഒരു 4 SIP, പലതരത്തിൽ പൈസ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു 4 SIPയുടെ ഓപ്ഷൻ ഒരു വശത്ത്, 10,000 രൂപയ്ക്കൊരു സ്വർണം 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ജ്വല്ലറി ഒരു വശത്ത്. ഇതിലേതായിരിക്കും എന്നെ സംബന്ധിച്ച് കൂടുതൽ എൻ്റെ ഫ്യൂച്ചറിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്? ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഞാൻ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ ഫേവർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം എനിക്കറിയാം ഗോൾഡിൽ കുറേയധികം കാര്യങ്ങൾ ഞാൻ റിസർച്ച് നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള പല സ്ഥാപനങ്ങളാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയൊക്കെയുള്ള സെൻട്രൽ ബാങ്ക്സ്. അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കിയാൽ കാണാം, നമ്മൾ ടൺ കണക്കിന് ഗോൾഡ് കീപ്പ് ചെയ്യുന്നത് കാണാം. അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളിപ്പോൾ കഴിഞ്ഞൊരു കൊല്ലം കണ്ടു, ഗോൾഡിൻ്റെ വില എത്രയാണ് കയറിപ്പോയെന്നുള്ളത്. അപ്പോൾ ഗോൾഡിനെ ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്. ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലാണെങ്കിലും നമ്മൾ SIPകൾ ചെയ്യുന്നുണ്ടാവും, മ്യൂച്വൽ ഫണ്ടുകളിലേക്ക്, സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള പോർഷൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്, അതുപോലെ തന്നെ ഗോൾഡിലേക്കുള്ള പോർഷൻ ഗോൾഡിലേക്ക്. അങ്ങനെ ഒരു ബാലൻസ്ഡ്. ഇപ്പോൾ നമുക്ക് കുറച്ച് റിയൽ എസ്റ്റേറ്റൊക്കെ കുറച്ച് നമുക്കൊരു പക്ഷേ പാരൻസ് വഴിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. റിയൽ എസ്റ്റേറ്റ് ഒരിക്കലും ഞാൻ പേഴ്സണലി വാങ്ങാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം അതിൻ്റെ ലിക്വിഡിറ്റി തന്നെയാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് എപ്പോഴും വളരെ ലിക്വിഡിറ്റി ഉള്ളൊരു കാര്യമാണ്. നമുക്ക് ഇന്ന് വിൽക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ വിത്തിൻ 2 days നമുക്ക് ആ സ്റ്റോക്കുകൾ അതിൻ്റെ പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ലിക്വിഡിറ്റിയുടെ കാര്യം ഇല്ലാത്തതുകൊണ്ടും ഈ ലാൻഡ് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ റിയൽ എസ്റ്റേറ്റ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ പലർക്കും റിയൽ എസ്റ്റേറ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ആവാം, ഗോൾഡ് ആവാം, അതുപോലെ സ്റ്റോക്കുകളാവാം, അതുപോലെ റിയൽ എസ്റ്റേറ്റൊക്കെ ആവാം. ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുക. പലർക്കും ഫാമിലിയിൽ ഗോൾഡ് വാങ്ങാമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഹസ്ബൻഡ്സ് പലപ്പോഴും സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് എപ്പോൾ വാങ്ങണമെന്ന് പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഈ വർഷത്തെ പോലൊരു വർഷം വരും എന്നുള്ളത് എൻ്റെ ഒരു ഇൻറ്റ്യൂഷനായിരുന്നു. അത് റിയലൈസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ ഹസ്ബൻഡ്സിനോടും എപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ വൈഫ് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണമെന്ന് പറയുമ്പോൾ അത് മാക്സിമം ടെക്സ്റ്റൈലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഗോൾഡ് വാങ്ങിക്കൊടുക്കുക. കാരണം അത് നമ്മുടെ സെക്യൂരിറ്റി തന്നെയാണ് നമ്മളതിൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് വാങ്ങുക എന്ന് പറയുമ്പോൾ വൈഫിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ വൈഫിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുപോലെ കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള ഒരു കേരള ബേസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി, ഇപ്പം ഓൾ ഇന്ത്യ ഫേമസ് ആയിട്ടുള്ളൊരു ജ്വല്ലറിയാണ്. അവരുടെ IPO കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നപ്പോൾ ഒരു 85 rupeesനാണ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ IPOയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ ഈ സ്റ്റോക്ക് എല്ലാവരും വൈഫിന് ഈ കൊല്ലം ഗോൾഡ് വാങ്ങുന്നതിന് പകരം ഈ ഷെയർ വാങ്ങി കൊടുക്കുക എന്നുള്ളത് ഒരു അഡ്വൈസ് കൊടുക്കുകയുണ്ടായി. ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 85-ന് ഇത് ലിസ്റ്റ് ചെയ്ത ഷെയർ പിന്നെ താഴ്ന്ന് ഒരു 60 ലെവലിലേക്കൊക്കെ പോയി. അതിനുശേഷം ഈ സ്റ്റോക്ക് വലിയ റാലി നടത്തി 600 രൂപയിലേക്കും 700 രൂപയിലേക്കൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വ്യൂവേഴ്സ് കുറേയധികം പേര് വളരെ നല്ല ഫീഡ്ബാക്കുകൾ തരേണ്ടായാലും ഒരാൾ ചോദിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് വിറ്റിട്ട് ഗോൾഡ് വാങ്ങിക്കോളാൻ പറഞ്ഞു, ഷെയർ വിറ്റിട്ട്. കാരണം ഒരു ഷെയർ ഇത്രയധികം മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഗോൾഡിലേക്ക് മാറാം എന്നുള്ളൊരു അഡ്വൈസ് ഞാൻ കൊടുക്കുകയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും കുറേ തമാശകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിലൂടെ കുറേയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പലർക്കും സാധിക്കാറുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ബേസ് ചെയ്യുന്നത് നമ്മുടെ നോളജാണ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറിന് തമാശയാണ്, എനിക്കിത് വളരെ സങ്കടകരമായ ഒരു വാർത്തയായിട്ടാണ് തോന്നുന്നത്. ഞാൻ എന്തുകൊണ്ട് ആ വീഡിയോ നേരത്തെ അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനി അവസരങ്ങളുണ്ട്. സാറിൻ്റെ വീഡിയോയുടെ സ്ഥിരം സബ്സ്ക്രൈബറായി ഞാൻ മാറിയിരിക്കുന്നു ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. ഇനിയിപ്പം ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ പൈസ പോകാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഒരു ബുൾ മാർക്കറ്റിൻ്റെ സമയത്ത് പോലും ഇൻവെസ്റ്റേഴ്സിന് പൈസ ലൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സിനാരിയോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അതിൽ നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ട്രേഡേഴ്സ് എന്നുള്ള കാര്യം അവരുടെ വിധി എന്താണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെബി തന്നെ പറയുന്നു, അത് സെബി പറയുന്നുണ്ട്, എല്ലാ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. എങ്കിലും അത് ചെയ്യുന്നവരുണ്ട്. അവരെ ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു അഡിക്ഷൻ പോലെ അത് ചെയ്യുന്നവരുണ്ട്. അവരെ നമുക്ക് ഇപ്പോൾ കള്ള് കുടിക്കുന്നവരുടെ പോലെ തന്നെയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നമുക്ക് നന്നാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് സ്റ്റോക്കാണ് എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ജോലി എന്ന് കുറച്ച് നേരത്തെ താങ്കൾ ചോദിച്ചല്ലോ. അപ്പോൾ അതിൽ അവരുടെ റവന്യൂ, സെയിൽസിൽ നിന്ന് വരുന്ന വരുമാനം, അതുപോലെ അവരുടെ ഓരോ വർഷത്തെ ഓരോ ക്വാർട്ടറിലെയും പ്രോഫിറ്റ്, ഇതുപോലെയുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പല കമ്പനികളിലും ഇതിൻ്റെ ഗ്രോത്ത്, സെയിൽസിൻ്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ പ്രോഫിറ്റിലെ ഗ്രോത്ത്, അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിലുള്ള റിട്ടേൺ, ഇതൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ഗ്രോത്തിൻ്റെ വരും വർഷങ്ങളിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് റിയൽ പ്രോഫിറ്റ് നേടുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും ഇതുപോലെ മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സമയത്ത് പെന്നി സ്റ്റോക്സ് എന്ന് പറയും. പലപ്പോഴും ഒരു 50 രൂപ താഴെയുള്ള സ്റ്റോക്കുകൾ അവരുടെ സെയിൽസ് ഫിഗേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷം സെയിൽസേ ഉണ്ടാവില്ല, പ്രോഫിറ്റും ഉണ്ടാവില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും ഒക്കെ ഈ സ്റ്റോക്കിന് ബൈ റെക്കമെൻഡേഷൻസൊക്കെ കണ്ട് വാങ്ങും ചെയ്യുന്നവരാണ് പലരും. പക്ഷേ ഇന്നങ്ങനെ അബദ്ധം പറ്റുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് മുമ്പത്തെ മാതിരിയൊന്നും അല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന 90s പീരീഡിലൊക്കെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഒന്നും ചെക്ക് ചെയ്യാൻ എവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഇന്ന് നമുക്ക് BSEയുടെ NSEയുടെ വെബ്സൈറ്റിൽ ഒരു കമ്പനിയുടെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എത്രയോ വർഷങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിയും സെയിൽസ് ഫിഗേഴ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, റേഷ്യോകൾ കാണാൻ സാധിക്കും. അതുപോലെ കുറേയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്. അതിലൊക്കെ നമുക്ക് കമ്പനിയെ പഠിക്കാനായിട്ട് വളരെ ഈസിയാണ് ഇന്ന്. അതുപോലെ തന്നെ ഇതുപോലെ പ്രൊഫഷണലായിട്ട് റിസർച്ച് അനലിസ്റ്റുകളുടെ സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സെലക്ഷൻ വളരെ ക്രിട്ടിക്കലാണ്. അത് ആ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് നമുക്ക് ഇപ്പോൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ ഏറ്റവും അധികം കൂടുതൽ ക്ലയൻസ് ഉള്ളതും NRIs ആയിട്ടുള്ളവരാണ്. പിന്നെ നാട്ടിലാണെങ്കിൽ കുറേയധികം ഡോക്ടേഴ്സ്, ഒരു ഓൾമോസ്റ്റ് 30% ക്ലയൻസും ഡോക്ടേഴ്സാണ്. അതും വളരെ സീനിയർ ഡോക്ടേഴ്സ്. അവർക്കൊക്കെ അവരുടെ പ്രൊഫഷണലിൽ അവർ ഏറ്റവും ടോപ്പ് ലെവലിൽ പോകുന്നവരാണ്. പക്ഷെ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അവർക്ക് കുറേയധികം ഇൻകം അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ റിട്ടേൺ ഉണ്ടാക്കുന്നതിന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻകം നേടാനായിട്ട് അവർക്ക് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ്സിന് സമയമില്ല. ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരാണ് അവർ. അപ്പോൾ അവിടെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്ന സർവീസ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ പ്രോഫിറ്റ് വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ റെക്കമെൻഡേഷൻസിൻ്റെയൊക്കെ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ ഞങ്ങളുടെ ആപ്ലിക്കേഷനിലൂടെ അലർട്ടായിട്ട് ചെല്ലുമ്പോഴൊക്കെ അത് ചെയ്യാനുള്ള ഒരു സമയം അവർ കണ്ടെത്തിയാൽ മതി. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ റിസർച്ച് സർവീസ് അല്ലെങ്കിൽ റിസർച്ച് സ്വയം ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. പലരും സ്റ്റോക്കിൽ എവിടെയെങ്കിലും കേട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് വരുന്ന കുറേ എൻക്വയറികളാണ്, ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങി, ഇത് 50% ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ താഴെ പോയി, നഷ്ടത്തിലാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മളൊരു അസുഖം വരുന്ന സമയത്ത് ഒരു ഡോക്ടറെ കണ്ട് അയാൾ മരുന്ന് കഴിച്ച് കഴിക്കേണ്ടതല്ലേ. നമ്മളൊരു ഡോക്ടറെ അടുത്ത് ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ മാറാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് സ്റ്റോക്ക് സെലക്ഷൻ വളരെ ക്രിട്ടിക്കലാണ്. അവിടെ നമ്മൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറേയധികം ആസ്പെക്ട്സ് ചെക്ക് ചെയ്യാനുണ്ട്.
ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ ഈ പി റേഷ്യോ എന്ന് പറയും. അതൊരു വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെയുള്ള കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഇതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഒരു വലിയ സർജൻ ഒരു കാര്യം ചെയ്യുന്നത്, അത്രയും ക്രിട്ടിക്കലാണ് ഒരു സ്റ്റോക്കിൻ്റെ സെലക്ഷനും. അപ്പോൾ ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യം അതാണ്. അപ്പോൾ ഏത് ബുൾ മാർക്കറ്റിലും പൈസ കളയാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അതിന് പകരം നമ്മളെപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ പോളിസീസ് നമുക്ക് തന്നെ ചുറ്റും വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ, ഈവൻ ബെയർ മാർക്കറ്റിലും നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റ് നേടാനുള്ള കുറേ അവസരങ്ങളുണ്ട്. അതായത് ബേസിക്കലി പണി അറിയാവുന്നതിൻ്റെ കൂടെ ചെയ്യുക, അല്ലെങ്കിൽ സ്വയം പണി അറിഞ്ഞ് ചെയ്യുക, അതാണ് സാർ ഉദ്ദേശിച്ചത്. അതെ അതെ.